it is an even more memorable day for Kerala, for their Ranji Trophy team to have come to the final for Ranji Trophy. ഈ ദിവസം എന്നെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാത്ത ഒരു ദിനമാണ്. അതോടൊപ്പം കേരള ക്രിക്കറ്റിനും മലയാളികൾക്കും ഒരുപാട് ഓർക്കാനുള്ള അവസരമാണ് ഇന്ന് രഞ്ജി ക്രിക്കറ്റ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. Kerala has always produced some of the finest athletes that India has seen. I don't need to name all of them. You know P.T. Usha, you know Mr. Johanan. Mr. Johanan's son went on to play for India as a fast bowler. So, you know, they're happy. Also, there have been badminton stars from over here. So, Kerala has given so much for Indian sport. And, you know, to now have the cricket team also adding to that sporting luster is something to remember, to something to cherish for all of us who love sport. കായിക മേഖലയിൽ PT ഉഷയെ പോലുള്ള നമ്മുടെ കായിക താരങ്ങൾ ഇന്ത്യക്ക് നൽകിയ സംഭാവനകൾ, അതോടൊപ്പം ഏറ്റവും നല്ല ഫാസ്റ്റ് ബോളറെ സംഭാവന നൽകിയ സംസ്ഥാനം, അതോടൊപ്പം മറ്റു പല മേഖലകളിലും കായിക മേഖലയിലൊക്കെ കേരളം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ക്രിക്കറ്റിലും അതിൻ്റെതായ മാനങ്ങൾ കുറിച്ചുകൊണ്ട് കേരളത്തിലെ കായിക താരങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നാണ് ശ്രീ ഗവാസ്കർജി നമ്മോട് പറഞ്ഞിട്ടുള്ളത്. I do hope and I will pray, certainly will pray that they will go on, Kerala will go on to win the Ranji Trophy for the first time. I don't think I can translate this. കേരള ക്രിക്കറ്റ് ടീം വരാൻ പോകുന്ന ഏതാനും ദിവസങ്ങൾക്കകം നമ്മൾക്ക് വളരെ സന്തോഷകരമായ ഒരു ന്യൂസ് നമ്മൾക്ക് തരും. എനിക്ക് യാതൊരു അത്ഭുതപ്പെടാനില്ല, കാരണം കേരളം രഞ്ജി ട്രോഫി നേടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. I think that will certainly help more and more players from Kerala to come and don the national colours. ഈ വിജയം നൽകാൻ പോകുന്ന സന്ദേശം കേരളത്തിൽ ഇനിയും ഒരുപാട് കായിക താരങ്ങൾ ഉണർന്നു വരും. അത് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന് ഒരുപാട് സംഭാവന ക്രിക്കറ്റ് മേഖലയിൽ നൽകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. Let me also add one thing, that the other semi-final was between Vidarbha and Mumbai. Now, I come from Mumbai, but still, if Kerala had got to the final, I would have certainly wanted Kerala, because Mumbai has won it earlier a few times, but for Kerala being the first time, because always when it is the first time, it creates a sporting culture that is hard to sort of replicate. അടുത്തൊരു സെമി ഫൈനൽ നടക്കാൻ പോകുന്നത് വിദർഭയും ബോംബെയും തമ്മിലാണ്, മുംബൈയും തമ്മിലാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ വരുന്നത് എന്റെ സംസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയാണ്. തീർച്ചയായും ഞാൻ മുംബൈയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എങ്കിലും മുംബൈ ഇതിനു മുമ്പ് കപ്പുകൾ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കേരളം നേടട്ടെ, അതിലൂടെ ഒരുപാട് കായിക താരങ്ങൾ കേരളം സംഭാവന നൽകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. I come from Mumbai, as I told you earlier, but there has not been anything named after me in Mumbai. But here in Kasaragod, Kerala, the road being named after me, you've opened your hearts out to me, and I will only reciprocate with much, much more love than, you know, than what I have given to so many others. നിങ്ങളുടെ മനസ്സിന്റെ സ്നേഹത്തിന്റെ അളവ് അളക്കാൻ ഞാൻ ആളെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. പക്ഷെ അവിടെ ഒരിക്കൽ പോലും എന്റെ പേരുകളിലോ റോഡുകളോ മറ്റുള്ള സ്ഥാപനം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ കേരളത്തിൽ നിങ്ങൾ അതെനിക്ക് നൽകി, അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. I cannot thank my very good friend Mr. Abdul Kader enough for having taken the initiative, and to the Kasaragod Municipal Corporation, to all in Kasaragod, because without all of your support, without all of your backing, this would not have happened. So I'm much, much very, very grateful to all of you for having given your support. Along with that, the loads of affection that you've given me will remain with me forever. ഈ മനോഹരമായ പരിപാടിക്ക് ഞാൻ ആരോടാണ് നന്ദി വേണ്ടത് എന്ന് ചോദിച്ചാൽ ആദ്യമായി എനിക്ക് പറയാൻ എന്റെ സഹോദരൻ അബ്ദുൽ ഖാദർ മുഹമ്മദ് തിരുവത്തിനോടാണ്. അദ്ദേഹമാണ് ഈ വേദിയിലേക്ക് എന്നെ എത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തോട് ഒരുപാട് നന്ദിയോടെ ഞാൻ ഈ യോഗം ഇവിടെ. അതോടൊപ്പം ഈ ഇനിഷ്യേറ്റീവ് എടുത്ത, ഈ സ്റ്റെപ്പ് എടുത്ത, ഈ പ്രൊജക്ട് ഏറ്റെടുത്ത കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും അതിന്റെ ഭാരവാഹികളെയും ഒരുപാട് നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. Mr. Abdul Kader, when he started to speak, he had mentioned about the demise of my dear friend Milind Rege, who passed away a couple of days ago, and for which we had a 1-minute silence. Thank you so much for that.
Mr. Rege, Milind Rege, and I grew up together. We lived in buildings across. He was in building number 2, I was in building number 4. Between the 2 buildings there was a compound. We played under and tennis ball cricket. School, same college. He played Ranji Trophy before I did. He had a heart attack when he was only 26, so he couldn't progress further in as far as playing for India was concerned. But he was like an elder brother to me. And for you all to give him the respect by observing a 1-minute silence, that is really very, very heartening. No, thank you so much for having done that earlier.